വേൾഡ് കപ്പ് തുടങ്ങിയിട്ട് ലോകം മുഴുവനും ഒറ്റുനോക്കുന്ന ഒരു മത്സരമാണ് നാളെ ഇന്ത്യൻ സമയം 3:30 നടക്കാൻ പോകുന്നത്. ബ്രസീൽ വിയേഴ്സ് മൊറോക്കോ. ഈ ഒരു മാച്ചിൽ ബ്രസീലിനെ സംബന്ധിച്ച് ടാബിളിൽ ഏറ്റവും ഓപ്പണന്റ് ആയിട്ടുള്ള ഒരു സ്ട്രോങ്ങസ്റ്റ് ടീം എന്ന് പറയുന്നത് മൊറോക്കോയാണ്. മൊറോക്കോയെ സംബന്ധിച്ച് തിരിച്ചും ബ്രസീൽ തന്നെയാണ്. സോ ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മാച്ചാണ്. രണ്ട് ടീമുകൾക്കും വിജയിച്ചേ പറ്റൂ. ഈ ഒരു മാച്ച് വിജയിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള മാച്ചുകളൊക്കെ സിമ്പിളായി കാണുന്ന ഒരു മാച്ചാണ് ബ്രസീലിനും മൊറോക്കോക്കും വരാൻ പോകുന്നത്. സോ മൊറോക്കോ എത്രമാത്രം ഗുഡാണ്. അപ്പം ബ്രസീലിന്റെ സ്കോഡ് നോക്കിയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ജയിക്കുമെന്ന്. പക്ഷേ ബ്രസീലിന്റെ റീസെന്റ് ആയിട്ട് പെർഫോമൻസിൽ ഞാൻ ഹാപ്പി അല്ല. മൊറോക്കോയെ സംബന്ധിച്ച് മൊറോക്കോ എന്ന് പറയുന്നത് 29 മത്സരങ്ങൾ അൺബീറ്റൺ ആയിട്ടാണ് വരുന്നത്. നമുക്കറിയാം ഒരു ആഫ്രിക്കൻ കപ്പ്, ആ ഒരു സെനഗലുമായിട്ടുള്ള കപ്പ്, എങ്ങനെയൊക്കെയാണ് മൊറോക്കോ അത് എടുത്തത്, അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിന്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. സോ എങ്കിലും സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് മൊറോക്കോ 29 മത്സരങ്ങൾ അൺബീറ്റൻ ആണ്. ബ്രസീലിനെ സംബന്ധിച്ച് 2 മത്സരങ്ങൾ ഫ്രണ്ട്ലി മാച്ചുകൾ വിജയിച്ചു. നല്ലൊരു സ്കോഡ് കാർലോസ് അൻസെലോട്ടിന്റെ കീഴിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ റീസെന്റ് പെർഫോമൻസ് ഞാൻ ഹാപ്പി അല്ല. കുഞ്ഞിനെ മാറ്റി, ഇഗ്നോ തിയാഗോനെ മാറ്റി, നല്ല രീതിയിലുള്ള സ്ട്രൈക്കറിനെ കണ്ടെത്താൻ ബ്രസീലിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല. സോ ആര് കളിക്കും സ്ട്രൈക്കർ സ്ഥാനത്ത്? ഫ്രണ്ട്ലി മാച്ചിൽ നല്ല ഫോമിലല്ല. ഇനി വേൾഡ് കപ്പിൽ ഫോമിലാകുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഉറപ്പായിട്ടുള്ള ഒരു കാര്യം ബ്രസീലിന് പറയാൻ പറ്റുന്നില്ല. സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന വ്യക്തി നല്ല രീതിയിൽ പെർഫോമൻസ് കാണിക്കുമോ എന്നുള്ളത്. ഫ്രണ്ട്ലി മാച്ചിൽ പോരാ. മൊറോക്കോ കൺസീഡ് ചെയ്യുന്ന ഗോളുകളുടെ എണ്ണം വളരെ കുറവാണ്. സോ ഡിഫൻസ് ലൈൻ സ്ട്രോങ് ആണ്. അപ്പം അറ്റാക്കിംഗ് ലൈൻ ഒന്നും കൂടി പുഷ് ചെയ്ത് കളിച്ചു കഴിഞ്ഞാലേ ബ്രസീലിന് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാച്ചിൽ എന്തും സംഭവിക്കാം. റീസെന്റ് ആയിട്ടുള്ള ബ്രസീലിന്റെ പെർഫോമൻസ് ഞാൻ അത്ര ഹോപ്പ് കൊടുക്കുന്നില്ല. മൊറോക്കോ ഇനി ബ്രസീലുമായിട്ട് ജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊറോക്കോ ഇത്രയും അൺബീറ്റൻ ആയിട്ടുള്ള റണ്ണ് നടത്തിയത് വലിയ വലിയ ടീമിനായിട്ടൊന്നല്ല. സോ ബ്രസീലിനെതിരെ മൊറോക്കോ തോൽക്കാനും സാധ്യതയുണ്ട്. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു മാച്ചാണ് വരുന്നത്. പക്ഷെ ഞാൻ ഒരുപാട് വിശ്വാസം ഏർപ്പിക്കുന്നത് കാർലോസ് അൻസെലോട്ടി എന്ന് പറഞ്ഞ കോച്ചിന്റെ കീഴിലാണ്. നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗ്, റയൽ മാഡ്രിഡിനെക്കാളും വലിയ വലിയ ടീമുകൾ ഉണ്ടായിട്ട് പോലും ആ ഒരു സീസണിൽ കൗണ്ടറുകൾ കൊണ്ട് റയൽ മാഡ്രിഡിന് ചാമ്പ്യൻസ് ലീഗ് കൊടുത്ത ആ ഒരു സീസൺ കാർലോസ് അൻസെലോട്ടി. സോ അങ്ങയുടെ പേരിൽ ഞാൻ ഹോപ്പ് നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മാഡ്നസ് ടാക്ടിക്സ് വരാണെങ്കിൽ തീർച്ചയായിട്ടും ബ്രസീൽ നാളെ ജയിക്കും. എൻ്റെ ഒരു ഒപ്പീനിയനിൽ അൻസെലോട്ടിൻ്റെ ഹോപ്പിലാണ് ഞാൻ പറയുന്നത്. 2-0 ബ്രസീൽ ജയിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, നിങ്ങളുടെ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, വീഡിയോ